ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ്റെ പാർട്ട് 9 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സെക്ഷനിൽ കുറച്ച് എളുപ്പത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂവൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂവൽ. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ത് തരത്തിലുള്ള ഫ്യൂവൽ ഉപയോഗിച്ചിട്ടാണ് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആ ഫ്യൂവലിൻ്റെ പേരിലാണ് സാധാരണയായിട്ട് ആ എഞ്ചിൻ അറിയപ്പെടുക. ഇപ്പോൾ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന ഒരു എഞ്ചിനാണെങ്കിൽ നമ്മൾ പെട്രോൾ എഞ്ചിൻ എന്ന് വിളിക്കും. ഡീസൽ ഉപയോഗിച്ച് ഓടുന്ന ഒരു കാറാണെങ്കിൽ ഡീസൽ കാർ എന്നല്ലേ വിളിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക് കാർ എന്ന് പറയും. അപ്പോൾ ആ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ആ വെഹിക്കിൾ അറിയപ്പെടുക ആ എഞ്ചിനിൽ അല്ലെങ്കിൽ വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ പേരിലാണ്. അത് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ തന്നെ രണ്ട് തരം ഫ്യൂവലുകളാണ് നമുക്ക് സാധാരണയായിട്ട് കാണുന്നത്. കൺവെൻഷണൽ ഫ്യൂവൽ എന്നും ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുമാണ് നമ്മൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. കൺവെൻഷണൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഫ്യൂവൽ, അതായത് പെട്രോള്, ഡീസൽ. നമുക്ക് എല്ലാ വാഹനങ്ങളിലും ഒരുമാതിരിപ്പെട്ട 90% വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത് പെട്രോളോ ഡീസലോ ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ കോള് കുറച്ചു കാലം മുൻപായിരുന്നു. നമ്മൾ ട്രെയിനൊക്കെ ഓടിച്ചിരുന്നത് കോൾ ഉപയോഗിച്ചിട്ടാണല്ലോ. സ്റ്റീം എഞ്ചിനൊക്കെ ഓടിക്കുന്നത് കോൾ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ കൺവെൻഷണൽ ഫ്യൂവൽ എന്ന് വിളിക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന പരമ്പരാഗത ഇന്ധനങ്ങൾ. അപ്പോൾ കൺവെൻഷണൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ കോള്, പെട്രോള്, ഡീസൽ. ഇതിങ്ങനെ വിളിക്കാൻ കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു തരം ഫ്യൂവലുകളാണ്. അതുകൊണ്ടാണ് അതിനെ കൺവെൻഷണൽ ഫ്യൂവൽ എന്ന് വിളിക്കുന്നത്. അടുത്ത ഒരു തരമാണ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ. അതിനെ പാരമ്പര്യേതര ഇന്ധനങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി പുതിയ തരത്തിലുള്ള ഫ്യൂവലുകളെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LPG ഉണ്ട്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ടൈപ്പുകൾ. ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്, ബയോഫ്യൂവൽസ് ഉപയോഗിക്കാം, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇപ്പോൾ ആധുനിക സമയത്ത് ഉപയോഗിച്ച് വരുന്ന ഫ്യൂവലുകളാണ്. എന്നാൽ മറ്റത് നിർത്തിയിട്ടില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇങ്ങനെ ഈ കൺവെൻഷണൽ ഫ്യൂവലിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറേശ്ശെയായിട്ട്. ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂവലിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ട് തരത്തിലാണ് നമുക്ക് ഉള്ളത് ഫ്യൂവൽ എന്ന് പറയുന്നത്. ഒന്ന് കൺവെൻഷണൽ ഫ്യൂവൽ, അതിൽ കോള്, പെട്രോൾ, ഡീസൽ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഭൂരിപക്ഷം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കൺവെൻഷണൽ ഫ്യൂവൽസ് ഉപയോഗിച്ചിട്ടാണ്. ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഫ്യൂവലുകൾ എന്ന് പറയുകയാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ പുതുതായിട്ട് രൂപം കൊണ്ടുവന്നിട്ടുള്ള തരം ഇന്ധനങ്ങളാണ്. അത് എന്ന് പറയുന്നത് LPG, LNG, CNG, ആൽക്കഹോൾ, ഹൈഡ്രജൻ, ബയോഫ്യൂവൽ, ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ബയോഡീസലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബയോഡീസൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ബയോഫ്യൂവൽ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി ശരിക്കും ഒരു ഫ്യൂവലായി കണക്കൂട്ടാൻ പാടില്ല. അതൊരു എനർജിയാണ്, ഫ്യൂവൽ അല്ല ശരിക്കും. നമുക്ക് ഫ്യൂവൽ എന്ന് പറയുകയാണെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന വസ്തുവിനാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നത് ബാറ്ററിയാണ്. പറയുന്നത് ബാറ്ററി എഞ്ചിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ബാറ്ററി കാർ എന്നൊക്കെ വിളിക്കാം. എങ്ങനെയാണ് നമുക്ക് ആ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെടുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. ഹൈഡ്രജൻ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കാം, പക്ഷെ അത് എന്ത് ചെയ്യാം, കുറച്ച് കറന്റ്ലി ടെക്നോളജി എന്താണ്, കുറച്ച് റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ആൽക്കഹോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ആൽക്കഹോളും പെട്രോളും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, ഈ ഓരോ ഫ്യൂവലിനെയും കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ സെക്ഷനിൽ, അതായത് ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, ആ സെക്ഷനിൽ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ആ സമയത്ത് ഓരോ ഫ്യൂവലിൻ്റെയും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ആ ഫ്യൂവൽ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഫ്യൂവൽ ഏതൊക്കെ സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം. തൽക്കാലം ഇപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഉണ്ട്, കൺവെൻഷണൽ ഫ്യൂവൽ, ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ. ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് കൂളിംഗ്.
എന്തിനാണ് ഒരു വാഹനത്തിൽ കൂളിംഗ് സിസ്റ്റം വെക്കുന്നത്? കൂളിംഗ് എന്തിനാണ് ഒരു വാഹനത്തിൽ വരുന്നത്? ഈ കൂളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പാസഞ്ചറിൻ്റെ കൂളിംഗ് അല്ല, എഞ്ചിൻ്റെ കൂളിംഗ് അല്ല. നമ്മൾ എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. അപ്പോൾ പിന്നെ പാസഞ്ചറിനെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ എഞ്ചിൻ്റെ കൂളിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുകയാണ്. അപ്പോൾ എന്തിനാണ് എഞ്ചിൻ? നമ്മൾ പറഞ്ഞു, ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഫ്യുവലിനെ കമ്പസ്റ്റൻ നടത്തിയതിന് ശേഷമാണ്. ഫ്യുവലിനെ ഇഗ്നൈറ്റ് ചെയ്ത് ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്യുവൽ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ചൂടാണ്. ഈ ചൂട് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. കുറേ ഫ്യൂഡൊക്കെ പുറത്ത് പോകും. നമുക്ക് കുറച്ച് ചൂട് എന്താ സംഭവിക്കും, നമുക്ക് പവറായിട്ട് മാറപ്പെടുന്നുണ്ട്. കുറച്ച് ചൂട് പവറായി കിട്ടി, കുറച്ച് ചൂട് പുകയുടെ കൂടെ പുറത്തേക്ക് പോകും. ബാക്കിയുള്ള ഹീറ്റ് ഉണ്ടാകുന്ന കുറച്ച് ഹീറ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സിലിണ്ടർ വാൾ, അതായത് സിലിണ്ടറിന് ചുറ്റും. സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒരു മെറ്റൽ പാർട്ടാണല്ലോ. മെറ്റൽ പാർട്ടിൻ്റെ ഒരു ഭാഗം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തേക്ക് ചൂട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടക്ഷൻ, കൺവെക്ഷൻ, ആ ടൈപ്പുകളൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ഷൻ കാരണം എന്ത് ചെയ്യും, അല്ലെങ്കിൽ കണ്ടക്ഷനും കൺവെക്ഷനും ഒക്കെ കാരണം ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചൂടിൻ്റെ കുറച്ച് ഭാഗം ഈ സിലിണ്ടർ ബാൾ അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് പറയുന്ന ഈ മെറ്റൽ പീസ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. ആ ചൂട് ഇങ്ങനെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് ചൂട് കൂടി അവസാനം ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ. ഒന്നെങ്കിൽ വലുതായിട്ട് അത് ഉരുകിപ്പോവാം, അല്ലെങ്കിൽ ഒരുപാട് ചൂടാവുമ്പോൾ അത് പൊട്ടിപ്പോവാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അമിതമായിട്ട് വരുന്ന ചൂടൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യാൻ പറ്റണം അവിടുന്ന്. അത് റിമൂവ് ചെയ്യാൻ നമ്മൾ രണ്ട് രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് അതിനെ രണ്ടായിട്ട് പേരുകളും വിളിക്കാറുണ്ട്. ഒന്ന് എയർ കൂൾഡ് എൻജിൻ എന്നും രണ്ട് വാട്ടർ കൂൾഡ് എൻജിൻ എന്നുമാണ് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒരു ചാപ്റ്റർ തന്നെ വരുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. എയർ കൂൾഡ് എൻജിൻ എന്ന് പറഞ്ഞാൽ എയർ ഉപയോഗിച്ച് കൂൾ ചെയ്യുന്ന എൻജിൻ. അതായത് വേറെ ഒന്നുമില്ല, കാറ്റടിക്കുമ്പോൾ തണുത്തോളും. വണ്ടി മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കാറ്റ് ഉപയോഗിച്ച് തന്നെ എൻജിൻ തണുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ സൗകര്യമായല്ലോ. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കാറ്റടിച്ച് തണുക്കണമെങ്കിൽ വലിയ എൻജിനൊന്നും പറ്റില്ല. ചെറിയ എൻജിൻസിന് ചെറിയ ചൂട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ തണുപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എയർ കൂൾഡ് എൻജിൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് 2 വീലേഴ്സിനൊക്കെയാണ് യൂസ് ചെയ്യുക. കാരണം അതിൻ്റെ എൻജിൻ തുറന്നിരിക്കുകയാണ്. നമ്മുടെ കാറിൻ്റെ എൻജിനൊന്നും പോലെ ഒരു ഉള്ളിൽ അടച്ച് ഇട്ടിരിക്കുന്ന എൻജിനല്ല. ബൈക്കിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഭാഗത്തും കാറ്റടിക്കാൻ പറ്റുന്ന രീതിയിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, എയർ വെച്ചിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം കൂളിംഗ് നടക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ മെറ്റലിൻ്റെ പീസുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു പ്ലേറ്റുകൾ പോലെ സിലിണ്ടറിന് പുറത്തേക്ക് കുറേ മെറ്റലിൻ്റെ പീസ് തള്ളി നിൽക്കുന്ന കാണാൻ പറ്റും. അതിന് നമ്മൾ മെറ്റൽ ഫിൻസ് എന്നാണ് വിളിക്കുക. ഈ മീനിൻ്റെയൊക്കെ ഫിൻ എന്ന് പറയുമല്ലോ, മീനിൻ്റെ എന്താ പറയുക, ചെകിള എന്നൊക്കെയാണ് പറയുക. അങ്ങനെ എന്താണ് വാക്ക് വരുന്നത്, എനിക്കറിയില്ല കൃത്യമായിട്ട്. ആ ഫിൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു വെള്ളം ചൂടാറിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കും. വലിയ പാത്രം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഏരിയയിൽ കാറ്റടിക്കുമല്ലോ. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തണുത്ത് കിട്ടും. അതുപോലെ തന്നെ എൻജിൻ തണുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം ഏരിയയിൽ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫിൻസ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആ ഫിന്നിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് വന്ന് അടിച്ചിട്ട് എൻജിൻ പെട്ടെന്ന് തണുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂളിങ്ങിൻ്റെ റേറ്റ് കൂടും, പെട്ടെന്ന് തണുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എയർ കൂൾഡ് എൻജിൻ. സാധാരണ ഉപയോഗിക്കുന്നത് 2 വീലേഴ്സിലൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റേഷനറി എൻജിൻസ് ഉപയോഗിക്കുന്നത് ചില എന്താ പറയുക, ജനറേറ്റർ പോലെയുള്ള അങ്ങനത്തെ ചെറിയ ജനറേറ്ററുകളിലൊക്കെ. പിന്നെ വരുന്ന രണ്ടാമത്താണ് വാട്ടർ കൂൾഡ് എൻജിൻ. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വലിയ വാഹനങ്ങളിൽ, 2 വീലേഴ്സ് ഒഴിച്ചുള്ള എല്ലാ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന വാട്ടർ കൂൾഡ് എൻജിനാണ്. അതിലെന്താ പറയുന്നുണ്ട്, വാട്ടർ ഉപയോഗിച്ചിട്ടാണ് എൻജിൻ കൂൾ ചെയ്യുന്നത്. അതിന് ഒരുപാട് സിസ്റ്റങ്ങൾ ആവശ്യമുണ്ട്. പമ്പൊക്കെ, വാട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യിക്കണമെങ്കിൽ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് സിസ്റ്റമാണ്. അത് കുറച്ചുകൂടി വില കൂടിയതായിരിക്കും. ഈ വലിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. പ്രധാനമായിട്ടുള്ള വർക്കിംഗ് നമുക്ക് വിശദമായിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ വെള്ളം എന്ന് പറയുന്നത് വെള്ളം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ വല്ല കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ആൻറ്റി ഫ്രീസ് എന്നാണ് ആ കെമിക്കലിന് പറയുക. അത് കുറച്ചുകൂടി ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. ബെറ്റർ കൂളിങ്ങിനും പിന്നെ നമ്മുടെ രാജ്യത്തല്ല, മറ്റു രാജ്യങ്ങളിലൊക്കെ വെള്ളം തണുത്ത സമയത്ത്, അതായത് ചില രാജ്യങ്ങളിലൊക്കെ ബിലോ 0 ടെമ്പറേച്ചറൊക്കെ ഉണ്ടാവും. 0 താഴെയൊക്കെ ടെമ്പറേച്ചറിലപ്പോൾ വെള്ളം കട്ടയായി പോകും. വെള്ളം കട്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, എൻജിൻ കൂൾ ചെയ്യാൻ പറ്റില്ലല്ലോ.
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഈ ആൻറ്റി ഫ്രീസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഈ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നത്. അത് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഈ രണ്ട് സിസ്റ്റം നമ്മൾ അപ്പോൾ പഠിക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് എയർ കൂൾഡ് എൻജിൻ, രണ്ട് വാട്ടർ കൂൾഡ് എൻജിൻ. ഈ രണ്ട് കാര്യത്തിലും എയർ കൂൾഡ് എൻജിൻ ഉപയോഗിക്കുന്നത് ചെറിയ വാഹനങ്ങളിലാണ്, സാധാരണയായിട്ട് 2 വീലേഴ്സിലും ചില 3 വീലേഴ്സിലും ഒക്കെ. വാട്ടർ കൂൾഡ് എൻജിൻ ഉപയോഗിക്കുന്നത് ബസ്സിലും ട്രക്കിലും വലിയ വാഹനങ്ങളിൽ കാറിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് കൂളിംഗ് ടൈപ്പ് സിസ്റ്റം വെച്ച് പറയാനുള്ളത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടർ. ഒരു എൻജിനിൽ എത്ര സിലിണ്ടർ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ എൻജിനെ ക്ലാസിഫൈ ചെയ്താൽ അതാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നിലധികം സിലിണ്ടർ വെക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നാമത്തെ കാരണം കൂടുതൽ പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ചെറിയ വാഹനങ്ങളിൽ പവർ കുറച്ച് മതി, വലിയ വാഹനങ്ങളാകുമ്പോൾ കൂടുതൽ പവർ വേണ്ടി വരും. പക്ഷേ ഇത്രയും പവർ ഉണ്ടാക്കാൻ ഒരു സിംഗിൾ സിലിണ്ടറിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. സൈസ് വളരെ വലുതാവും, മറ്റ് കണ്ടീഷൻസ് എല്ലാം വളരെ മോശമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വലിയ ഒരു സിലിണ്ടറിന് പകരം ചെറിയ ഒരുപാട് സിലിണ്ടറുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വലിയ സിലിണ്ടറിൻ്റെ അത്രയും പവർ തന്നെ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നോവ എടുക്കാം. ഇന്നോവ ഏകദേശം 2.4 ലിറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2400 cc. cc എന്ന് പറഞ്ഞാൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. എന്താണ് എൻജിൻ കപ്പാസിറ്റി എന്നൊക്കെ ഞാൻ ഒരിക്കൽ എൻജിൻ ടെർമിനോളജി എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർ അവിടെ പോയി നോക്കുക. അപ്പോൾ 2400 cc എന്ന് പറയുന്ന ഒരു എൻജിൻ വലിയ ഒരു എൻജിനായിരിക്കും. നമ്മൾ ഒറ്റ സിലിണ്ടർ ആണെങ്കിൽ 2400 cc ഒറ്റ സിലിണ്ടറിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിൻ്റെ കൂളിംഗ് പ്രശ്നം വരും, അതിൻ്റെ ഉള്ളിൽ മറ്റു പല ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ കമ്പഷനിൽ പ്രശ്നം വരാം, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വഴിയെ മനസ്സിലാവും എന്തുകൊണ്ടാണ് എൻജിൻ്റെ സിലിണ്ടറിൻ്റെ സൈസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? അവർ 4 സിലിണ്ടറാക്കി ഡിവൈഡ് ചെയ്തു. 4 സിലിണ്ടറിനെ ഈ 2400 cc വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? ഒരു സിലിണ്ടറിന് ശേഷം 600 cc വെച്ച് കിട്ടും. അപ്പോൾ 6 × 4 24. അപ്പോൾ 600 × 4 2400 cc എന്തായി? കറക്റ്റായി. രണ്ടും ഒരേപോലെ പവർ കിട്ടുകയും ചെയ്യും, എന്നാൽ എൻജിൻ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആവുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് ഈ എൻജിനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ് ആക്കി വെക്കുന്നത്. അപ്പോൾ സിംഗിൾ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടറേ ഉള്ളൂ, ഒരു പിസ്റ്റനേ ഉണ്ടായിരിക്കുള്ളൂ. അത് ഉപയോഗിക്കുന്നത് ലൈറ്റ് വെഹിക്കിൾസ്, ബൈക്ക്, പഴയ ഓട്ടോറിക്ഷ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുക? സിംഗിൾ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 250-300 cc വരെ ഉണ്ടായിരിക്കുള്ളൂ സാധാരണയായിട്ട്. ചിലപ്പോൾ 1-2 എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചില വാഹനങ്ങളിൽ 350 അങ്ങനെയൊക്കെ പോയിന്ന് വരും. പക്ഷേ സാധാരണയായിട്ടൊരു മാക്സിമം സൈസ് എന്ന് പറയുന്നത് 250-300 cc ഉള്ളിലാണ്. ഇനി വരുന്നതാണ് 2 സിലിണ്ടർ എൻജിൻ. 2 സിലിണ്ടർ എൻജിൻ എന്ന് പറഞ്ഞാൽ 2 സിലിണ്ടർ ഉണ്ടായിരിക്കും, 2 പിസ്റ്റണൊക്കെ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാനോ, മാരുതി സുസുക്കിയുടെ സെലീറിയോ ഒക്കെ വരുന്നത് 2 സിലിണ്ടറുള്ള എൻജിൻ വെച്ചിട്ടാണ്. ചില മോട്ടോർ സൈക്കിൾ, ഈ ഹൈ സ്പോർട്സ് വയ്ക്കുന്ന വി ടൈപ്പ് എൻജിനൊക്കെ വരുന്നുണ്ട്. ഹാർലി ഡേവിഡ്സണിലൊക്കെ ചിലപ്പോൾ 2 സിലിണ്ടറുള്ള എൻജിൻ വരാറുണ്ട്. സ്പോർട്സ് അല്ലെ ഹൈ പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാറുണ്ട്. ഈ സിലിണ്ടർ ചിലപ്പോൾ ഇൻലൈൻ അല്ലെങ്കിൽ വി ടൈപ്പ് അങ്ങനെ പല രീതിയിലും വരാം. 2 സിലിണ്ടർ എൻജിൻ ഇൻലൈൻ ആണെന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിലായിരിക്കും. എന്താണ് നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കുന്നുണ്ട്. വി ടൈപ്പ് എന്ന് പറഞ്ഞാൽ വി ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. പിന്നെ വരുന്നതാണ് 3 സിലിണ്ടർ എൻജിൻ. 3 സിലിണ്ടർ എൻജിൻ ആ പേര് തന്നെയുണ്ട്, 3 സിലിണ്ടറുകൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരുതിയുടെ ആൾട്ടോ 800 ആ മോഡൽ വാഹനങ്ങളൊക്കെ 3 സിലിണ്ടറാണ്. സാധാരണയായിട്ട് ഫ്രണ്ട് എൻജിൻ വരുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഈ 3 സിലിണ്ടർ വരുന്നത്. അതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എൻജിൻ്റെയും ട്രാൻസ്മിഷൻ്റെ ഇടയിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സെക്ഷനിൽ വരും. അത് നമുക്ക് അവിടെ പഠിക്കുന്നുണ്ട്. ട്രാൻസ്മിഷൻ പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് പഠിക്കും. തൽക്കാലം ഇപ്പോൾ ഉപയോഗിക്കുന്ന 3 സിലിണ്ടർ ഉപയോഗിക്കുന്നത് മാരുതി ആൾട്ടോ അല്ലെങ്കിൽ 800 പോലത്തെ വാഹനങ്ങളിലാണ്. പിന്നെ 4 സിലിണ്ടർ എൻജിൻ വളരെയധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. കാറിലും ജീപ്പുകളിലും, എക്സാമ്പിൾ പറഞ്ഞില്ല ഇന്നോവയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ എൻജിന് കുറച്ചുകൂടി യൂണിഫോം ആയിട്ടുള്ള ടോർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ അടുത്ത സെക്ഷൻ നമുക്ക് മനസ്സിലാവും.
അതുപോലെ കുറച്ച് കൂടുതൽ പവർ ഔട്ട്പുട്ടും കിട്ടും. കാരണം 4 സിലിണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് അതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് പവർ ഔട്ട്പുട്ടും കൂടുതലായിരിക്കും. ഇനി വരുന്നത് 6 ആൻഡ് 8 സിലിണ്ടർ എൻജിൻസ് ആണ്. ഇത് കുറച്ച് ഹെവി വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് എൻജിനാണ്. ഈ 6ഉം 8ഉം സിലിണ്ടറൊക്കെ വരുന്ന നമ്മുടെ ടാറ്റയുടെ ലൈലാൻഡിൻ്റെയൊക്കെ ബസ്സുകളിലും ട്രക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് 6 സിലിണ്ടർ ആണ്. 8 സിലിണ്ടർ ഉപയോഗിക്കുന്ന പല ട്രക്കുകളും ഉണ്ട്. ചില സ്പോർട്സ് കാറിലൊക്കെ വി ടൈപ്പിൽ V6 V8 എൻജിൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫെറാരിയുടെയൊക്കെ വാഹനങ്ങളിൽ. ഇത് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് ടോർക്കും കുറച്ചുകൂടി കൂടുതൽ പവറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6 ആൻഡ് 8 സിലിണ്ടർ എൻജിൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ 12 ആൻഡ് 16 സിലിണ്ടർ എൻജിൻസ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ട്രക്കുകളിലൊക്കെയാണ് ഉപയോഗിക്കുക. അതായത് ഈ ഡം ട്രക്കുകളൊക്കെ ഉണ്ട്. ഈ എന്താ പറയുക, മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരാൾ കോണിപ്പടി കയറി പോയിട്ടൊക്കെ ട്രക്കിൻ്റെ ക്യാബിനിലേക്ക് കയറി പോകുന്ന ടൈപ്പ് വാഹനങ്ങളൊക്കെ ഉണ്ട്. 3-4 വാഹനത്തിൻ്റെ പൊക്കം ഉണ്ടായിരിക്കും ആ ഒരു ട്രക്കിന് തന്നെ. സാധാരണയായിട്ട് ഈ മൈനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഈ എന്താ പറയുക, കോൾ മൈനിങ്ങിനും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ആ സ്ഥലത്ത് ഉപയോഗിക്കുന്ന വലിയ വലിയ ട്രക്കുകൾക്കാണ് ഈ 12ഉം 16 സിലിണ്ടറൊക്കെ ഉപയോഗിക്കുന്നത്. ഫെറാരിയുടെ ഒരു സ്പോർട്സ് കാറിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് എക്സെപ്ഷനാണ്. സാധാരണയായിട്ട് അത് ഈ വലിയ ട്രക്കുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ അല്ലെങ്കിൽ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്നും പറയാറുണ്ട്. സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്നാൽ സിംഗിൾ സിലിണ്ടർ, ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കുള്ളൂ. മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്നാൽ ഒന്നിലധികം സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 2, 3, 4, 6, 8 ഒക്കെ എന്താണ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ രണ്ടായി തരംതിരിക്കുക വേണമെങ്കിൽ സിംഗിൾ സിലിണ്ടർ അല്ലെങ്കിൽ മൾട്ടി സിലിണ്ടർ, അല്ലെങ്കിൽ ഇങ്ങനെ തരംതിരിക്കാം. ഏത് രീതി തിരിച്ചാലും കുഴപ്പമില്ല. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. ഇനി എടുക്കാൻ പോകുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാതെ വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ വിശദമായിട്ട് നോക്കുക. അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂവൽ ആയിരുന്നു. ടൈപ്പ് ഓഫ് ഫ്യൂവലിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൺവെൻഷണൽ ഫ്യൂവലും ആൾട്ടർനേറ്റീവ് ഫ്യൂവലും. കൺവെൻഷണൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഫ്യൂവൽസിനെയാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോള്, പെട്രോൾ, ഡീസൽ. അതിൻ്റെ പേര് തന്നെയാണ് ആ എഞ്ചിൻ അറിയപ്പെടുക, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂവൽസ് അല്ലെങ്കിൽ അധികം ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന ഫ്യൂവൽസിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ പാരമ്പര്യേതര ഇന്ധനങ്ങളാണ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ. അതെന്ന് പറയുന്നത് LPG, CNG, LNG, ആൽക്കഹോൾ, ഹൈഡ്രജൻ, ബയോഫ്യൂവൽ, ഇലക്ട്രിസിറ്റി. ഇതൊക്കെയാണ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഫ്യൂവലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് എഞ്ചിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി കൂളിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് കൂളിംഗ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എഞ്ചിന് ഡാമേജ് ഉണ്ടാവും. ഈ ചൂട് മൊത്തം അബ്സോർബ് ചെയ്ത ചൂട് അങ്ങനെ തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ എഞ്ചിൻ ഡാമേജ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതി ഉപയോഗിക്കുന്നുണ്ട്. എയർ കൂളിങ്ങും വാട്ടർ കൂളിങ്ങും. എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മൂവ് ചെയ്യുന്ന എഞ്ചിൻസിന് അല്ലെങ്കിൽ ഒരു ഫാൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും? എഞ്ചിൻ്റെ ചുറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കും. മൂവ് ചെയ്യുന്ന എഞ്ചിൻ അല്ല, ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കാറ്റടിക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന എഞ്ചിനാണെങ്കിൽ ഒരു ഫാൻ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ എഞ്ചിനിലേക്ക് കാറ്റടിച്ചു കൊടുക്കും. അപ്പോൾ ആ കാറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും? ഈ പോകുന്ന എഞ്ചിൻ്റെ ചൂടിനെ വലിച്ചെടുത്തോളും. അപ്പോൾ ആ എഞ്ചിൻ കാറ്റടിക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ഫിൻസ് വെച്ച് കൊടുക്കാറുണ്ട് സിലിണ്ടറിൻ്റെ ചുറ്റിലും. ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. ബൈക്ക് എഞ്ചിൻ്റെ ഒക്കെ സൈഡിൽ നോക്കിയാൽ വേണം ഇങ്ങനെ പൊങ്ങി നിൽക്കാനാണല്ലോ ഓരോ പീസുകൾ ഇങ്ങനെ. അതിനെയാണ് മെറ്റൽ ഫിൻ എന്ന് പറയുന്നത്. അത് റേറ്റ് ഓഫ് കൂളിംഗ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്താണ് വാട്ടർ കൂളിംഗ്. കുറച്ചുകൂടി വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ് വാട്ടർ കൂളിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി പവർ കൂടിയ വാഹനങ്ങളിൽ, ചൂട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാനാണ് വാട്ടർ കൂൾഡ് എഞ്ചിൻ ഉപയോഗിക്കുക. അതിൽ പറയുന്ന പോലെ വാട്ടർ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് വലിച്ചെടുക്കുന്നത്. സിലിണ്ടറിലെ ഹീറ്റ് വലിച്ചെടുക്കുന്നത് വാട്ടർ ഉപയോഗിച്ചിട്ടാണ്. ആ വാട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് വാട്ടർ നിൽക്കാൻ പാടില്ല, വാട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ചുറ്റിലും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. റേഡിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, പമ്പ് ഉപയോഗിക്കുന്നുണ്ട്, തെർമോസ്റ്റാറ്റ് വാൽവുകളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കൂൾഡ് എൻജിൻസിൽ വാട്ടറിൻ്റെ കൂടെ വേറൊരു കെമിക്കൽ കൂടി ആഡ് ചെയ്യാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ആൻറ്റി ഫ്രീസ് സൊല്യൂഷന് പല പ്രോപ്പർട്ടീസും ഉപയോഗിക്കുന്നുണ്ട്. അതിന് പെട്ടെന്ന് കട്ടിയാവില്ല, കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാം, തുരുമ്പ് പിടിക്കാതിരിക്കാം, അങ്ങനെ പല പ്രോപ്പർട്ടീസും ഈ ആൻറ്റി ഫ്രീസിനുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെള്ളത്തിനില്ലാത്ത പല ഗുണങ്ങളും ഈ ആൻറ്റി ഫ്രീസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിന് കിട്ടും.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി ഫ്രീസ് ആഡ് ചെയ്യുന്നത്. അതായത് വെള്ളത്തിന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ, വെള്ളം വെച്ചാൽ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്, ഇരുമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ, ക്ലാവ് പിടിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. ആൻറ്റി ഫ്രീസ് ഒഴിച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ല, അതുപോലെ ഗുണങ്ങളൊക്കെയാണ്. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ, 2, 3, 4, 6, 8, 12, 16 ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിംഗിൾ സിലിണ്ടർ, അതിൻ്റെ മുകളിൽ വരുന്നതിനൊക്കെ നമ്മൾ മൾട്ടി സിലിണ്ടർ എന്നും പറയാറുണ്ട്. സിംഗിൾ സിലിണ്ടർ വരുന്നത് മോട്ടോർ സൈക്കിളിലൊക്കെയാണ്, 2 സിലിണ്ടർ വരുന്നത് നാനോയിലൊക്കെ വരുന്നുണ്ട്, 3 സിലിണ്ടർ വരുന്നത് മാരുതി 800 വരുന്നു, 4 സിലിണ്ടർ എൻജിൻസ് എന്ന് പറഞ്ഞാൽ ഇന്നോവയിലൊക്കെ വരുന്ന ടൈപ്പാണ്. 6ഉം 8 വരുന്നത് ബസ്സിലും ട്രക്കിലും ഒക്കെ വരുന്നു. 12ഉം 16 ഒക്കെ വരുന്നത് ഹെവി ഡം ട്രക്കിലൊക്കെയാണ് വരുന്നത്. ഡം ട്രക്ക് എന്ന് പറഞ്ഞാൽ വലിയ ട്രക്കുകളാണ്. ഒരു 3-4 ട്രക്കിൻ്റെ കപ്പാസിറ്റി ഉള്ള വലിയ ഒരു ട്രക്കിനെ വിളിക്കുന്നവരാണ് ഡം ട്രക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡം ട്രക്കിൻ്റെ ഫോട്ടോ കിട്ടും. ഈ സിലിണ്ടറിൻ്റെ എണ്ണം കൂടുന്തോറും അതിൻ്റെ പവർ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ആ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോ ഒന്നുകൂടി കേട്ട് നോക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ തീർക്കുക.